കേരള ജനതയുടെ മനസാക്ഷി മരവിക്കുന്ന ഒരു വാർത്തയാണ് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയെ 2 ദിവസത്തിനകം തൂക്കിലേറ്റിയേക്കുമെന്നത്. ഈ മാസം 25-നപ്പുറം വധശിക്ഷ നടപ്പാക്കുന്നത് പോകില്ല എന്നും ഇക്കാര്യത്തിൽ മാധ്യമങ്ങളെ വിലക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയാണ് പുതിയ ആശങ്കയ്ക്ക് ആധാരം. ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ.എ. പോളാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നാണ് കെ.എ. പോളിന്റെ ആവശ്യം. കെ.എ. പോൾ നേരിട്ട് ഹാജരായി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. അടുത്ത 3 ദിവസത്തേക്ക് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണം. ഒപ്പം നിമിഷപ്രിയ സഹായ സമിതി പ്രവർത്തകൻ സുഭാഷ് ചന്ദ്രൻ, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്നിവർ മാധ്യമങ്ങളെ കാണുന്നത് വിലക്കണമെന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ.എ. പോൾ നൽകുന്ന സൂചനകൾ പ്രകാരം നിമിഷപ്രിയയെ തൂക്കിലേറ്റുമോ എന്നാണ് മലയാളി സമൂഹം ആശങ്കയോടെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ മാസം 24-നോ 25-നോ നിമിഷപ്രിയയെ തൂക്കിലേറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കെ.എ. പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിനാലാണ് 3 ദിവസത്തേക്ക് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് പോൾ ആവശ്യപ്പെടുന്നതും. കാന്തപുരത്തിൽ നിന്നും സുഭാഷ് ചന്ദ്രനിൽ നിന്നും പണം വാങ്ങിയയാളാണ് കെ.എ. പോൾ എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ ഇന്നുവരെ സുഭാഷിനെയോ കാന്തപുരം ഉസ്താദിനെയോ നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത താൻ എങ്ങനെ അവരിൽ നിന്ന് പണം വാങ്ങുമെന്നാണ് പോളിന്റെ ചോദ്യം. ഇവരെ കാണുകയോ അവരുമായി യാതൊരു ബന്ധമോ ഇല്ലെന്നും അവരിൽ നിന്ന് $1 പോലും താൻ കൈപ്പറ്റിയിട്ടില്ല എന്നും കെ.എ. പോൾ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഹർജിയിൽ അറ്റോർണി ജനറലിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇനി ആരാണ് ഡോക്ടർ കെ.എ. പോൾ എന്നുകൂടി നോക്കണം. നിമിഷപ്രിയ കേസിൽ അമ്പരപ്പിക്കുന്ന പല ഇടപെടലുകളും പ്രഖ്യാപനങ്ങളും പോൾ മുൻപ് നടത്തിയിട്ടുണ്ട്. താൻ ഇടപെട്ടതിന്റെ ഫലമായി നിമിഷപ്രിയ ജയിൽ മോചിതയാകുമെന്ന കാര്യം ആദ്യം പ്രഖ്യാപിച്ചത് കെ.എ. പോളായിരുന്നു. ഏറ്റവും ഒടുവിൽ പോളിന്റെ മറ്റൊരു പ്രചാരണം നിമിഷയുടെ മോചനത്തിന് പണപ്പിരിവ് നടത്താനുള്ള പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടായിരുന്നു. 8 കോടി രൂപ മോചനദ്രവ്യമായി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് കൂടി പങ്കുവെച്ചുകൊണ്ടായിരുന്നു പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയത്. ഒടുവിൽ വ്യാജ പ്രചാരണമാണ് എന്ന് വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയത്തിന് തന്നെ വിശദീകരണവുമായി രംഗത്തു വരേണ്ടി വന്നു. അതിനിടെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയും മകളും നേരത്തെ കെ.എ. പോളിന് സമീപത്തെത്തുകയും ഇവർക്കൊപ്പമുള്ള വീഡിയോകൾ കെ.എ. പോൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ നിമിഷപ്രിയ കേസിൽ അടുത്ത കാലത്ത് ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ നടത്തിയത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. സണിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ മുൻപ് താൽക്കാലികമായി നിർത്തിവെച്ച വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചത് അടുത്തിടെയാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയത് വാർത്തയായിരുന്നു. നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ തെറ്റാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞത്. അതിനിടെ നിമിഷപ്രിയയുടെ മോചനത്തിന് ദിയാധനം $5.5 മില്യൺ നിശ്ചയിക്കപ്പെട്ടുവെന്ന് കാട്ടി സൗദിയിലെ മലയാളി വ്യവസായിയും രംഗത്തെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെ ഇടപെടലിനെ തുടർന്നാണ് ആ തീയതിക്കും 1 ദിവസം മുൻപ് താൽക്കാലികമായി വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെച്ചത്.